നിലവിൽ എല്ലാത്തരം സംശയങ്ങളും അവസാനിപ്പിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലൂടെ വിശദമായ ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ടേബിളിലേക്ക് മൃതദേഹം മാറ്റിയ ആ സ്ഥലത്ത് ഇപ്പോൾ പോലീസുകാരടക്കം മാസ്ക് വെച്ച് നിൽക്കുന്ന പോലീസുകാരെ നമുക്ക് കാണാം. ആ സ്ഥലത്ത് ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടറും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു, പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു ആ കല്ലറ ഉണ്ടായിരുന്നത്. ആ കല്ലറയിലെ സ്ലാബ് മാറ്റി പൂജാദ്രവ്യങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്, അഴുകിയ നിലയിലാണ്. അതുകൊണ്ട് ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം സ്ട്രെച്ചറിൽ ആംബുലൻസിലേക്ക് മാറ്റും. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഫോറൻസിക് പരിശോധന നടക്കണം, ആന്തരിക അവയവങ്ങളുടെ പരിശോധന വേണമെങ്കിൽ അത് നടത്തണം. അത്തരം ശാസ്ത്രീയമായ പരിശോധനകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതിനു ശേഷമായിരിക്കും നടക്കുക. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ അടുക്കിയ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പൂജാദ്രവ്യങ്ങൾ വെച്ചാണ് ആ കുടുംബം ഈ ഗോപൻ സ്വാമിയെ സമാധിയാക്കാൻ ശ്രമിച്ചത്, അഥവാ സമാധിയാക്കിയത്. കുടുംബം തന്നെ പറഞ്ഞത്, ഞങ്ങൾ സമാധിയാകുമ്പോൾ സമാധി ഇരുത്തുക എന്ന ഒരു പ്രക്രിയ നടത്തി. അത് മണിക്കൂറുകളോളം നീണ്ട പ്രക്രിയയായിരുന്നു സമാധി ഇരുത്തൽ എന്നുള്ളതാണ്. വിവിധ പൂജാദ്രവ്യങ്ങളും ഒക്കെ, ഒരുപക്ഷെ ഭസ്മവും കുന്തിരിക്കവും അതേപോലെയുള്ള മറ്റു സാധനങ്ങളെല്ലാം പൂക്കളും എല്ലാം ഈ കല്ലറയിൽ നിറച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കല്ലറയിൽ ഒരുപാട് പൂജാദ്രവ്യങ്ങളൊക്കെ നിറച്ചാണ് ഈ ഭൗതിക ശരീരം മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റി. സ്ഥലത്ത് രൂക്ഷഗന്ധമുണ്ട്, ഇരിക്കുന്ന നിലയിലാണ്, അഴുകിയ നിലയിലാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആംബുലൻസ് സജ്ജമായിരിക്കുന്നു. സ്ഥലത്ത് രൂക്ഷമായ ഗന്ധവുമുണ്ട് അല്ലേ? അതെ അരുൺ, അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ അരുൺ പറഞ്ഞ ആ സംശയത്തിൻ്റെ ഉത്തരം വരും. പോസ്റ്റ്മോർട്ടം ഇവിടെ തന്നെ ചെയ്യണോ അതല്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അരുൺ പറഞ്ഞത്. യാഥാർത്ഥ്യമാണ്. നല്ല സ്മെല്ല്, രൂക്ഷമായ ഗന്ധം ഇവിടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹമുള്ള ആ കല്ലറയുടെ സ്ലാബ് അത് മാറ്റിയതിന് ശേഷമാണ് ഇത്രയേറെ വലിയ ദുർഗന്ധം ഇവിടെയുള്ളത്. അരുൺ, പ്രദേശത്തേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത് ചെയ്യുന്നവർ മാത്രമാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് പോയാൽ, അതായത് ഈ റോഡിൽ നിന്നിറങ്ങി ഈ പാടത്തുകൂടിയുള്ള റോഡിലെയാണ് വഴി. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായി അവിടുന്ന് അങ്ങോട്ടേക്ക് പോലീസിൻ്റെ വിന്യാസമാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാൾ പോലും പുറമേ നിന്ന് ഇവിടെയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാനെത്തിയ ഫോറൻസിക് സർജന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ നേതൃത്വത്തിലാണ് പൂർണ്ണമായുള്ളത്. പിന്നീട് കല്ലറ പൊളിക്കാൻ ചുമതലപ്പെടുത്തിയ ഈ ജോലി അറിയുന്നവർ, ആംബുലൻസിൻ്റെ ആളുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതായത് പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പൊളിക്കാൻ ശ്രമിച്ചപ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പോലീസും ജില്ലാ ഭരണകൂടവും വലിയ മുന്നൊരുക്കം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു നിയമ നടപടി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ്. ഇതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും ജില്ലാ ഭരണകൂടമോ പോലീസോ തയ്യാറായില്ല. കാരണം നിയമപരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടവും പോലീസും ഇതിൽ നിന്ന് പിന്മാറി എങ്കിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപാട് സംശയങ്ങൾ ടി വി പ്രസാദ് ഉയർന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ആരോഗ്യനില തീരെ അവസ്ഥയിലായിരുന്നു ഗോപൻ സ്വാമി എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ബന്ധുക്കൾ തന്നെയാണ് ഇതിലൊരു സംശയം പ്രകടിപ്പിച്ചത്. വിശ്വംഭരൻ എന്നോ പേരുള്ള ഒരു അകന്ന ബന്ധുവാണ് ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചത് തന്നെ. ഇപ്പോൾ സഹോദരി തങ്കത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ആരോഗ്യാവസ്ഥ വളരെ മോശമായ നിലയിലായിരുന്നു, കിടപ്പായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ അമ്മയും അത് തന്നെ പറഞ്ഞു. അവസാന സമയമായപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, കഞ്ഞി മാത്രമാണ്, പൊടിയരിക്കഞ്ഞി മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി, അതും കൃത്യമായിട്ട് കണ്ണ് കാണാൻ പോലും കഴിയാത്ത ഒരാൾ കൃത്യമായിട്ട് അവിടെ നിന്നിറങ്ങി ആലിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് സമാധിയായി എന്ന് മകൻ പറയുന്നതിലാണ് പലർക്കും ഒരു സംശയമുണ്ടായിരുന്നത്. ഒട്ടേറെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ന് ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി ഏകദേശ മരണസമയം അറിയാൻ സാധിക്കും. സ്വാഭാവിക മരണമാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ മനസ്സിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ സങ്കീർണമാണെങ്കിൽ, ഒരുപക്ഷെ ശ്വാസം മുട്ടിയൊക്കെയുള്ള മരണമാണെങ്കിൽ അത്
ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് സ്വാഭാവിക മരണത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തും. നിലവിൽ ടി വി പ്രസ് അതിനുള്ള സാധ്യതയാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോഴും ശ്വാസം മുട്ടിയുള്ള മരണമാണെന്നോ അസ്വാഭാവിക മരണമാണെന്നോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായാൽ അത് കുടുംബത്തിനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, സ്വാഭാവിക മരണമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് സബ് കളക്ടർ മൃതദേഹം വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കാം. അതേ കല്ലറയിൽ തന്നെ വീണ്ടും സമാധിയിരുത്തുകയോ സംസ്കരിക്കുകയോ ചെയ്യുകയും ചെയ്യും. അതാണ്